നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആരായിരുന്നു കോളില്? എന്റെ ഒരു ബന്ധു. എന്തിനാ ബന്ധു വിളിച്ചത്? വിശേഷങ്ങൾ ചോദിക്കാൻ. എന്നിട്ട് അങ്ങനെയല്ലല്ലോ നീ സംസാരിക്കുന്നത് കേട്ടത്. എന്താ നിന്റെ ബന്ധുവിന്റെ പേര്? വിഷ്ണു. വിഷ്ണുവോ? ഈ വി എന്ന് പറയുന്നത് ഇനീഷ്യലാണോ? വിഷ്ണു. നീ എന്താടി പേടിച്ചിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. പിന്നെന്താ നിന്റെ സ്വരത്തിനൊരു പതർച്ച? ഒന്നുമില്ല. വെറുതെ നുണ പറയണ്ട. വിഷ്ണു നിന്റെ ബന്ധുവൊന്നുമല്ല. പിന്നാരാ? അത് നിനക്കല്ലേ അറിയൂ. സത്യം പറ, ഞങ്ങൾ അറിയാതെ ഒരു ജീവിതം പണ്ട് നിനക്കുണ്ടായിരുന്നോ? നീ ഞങ്ങളെയൊക്കെ പറ്റിക്കുകയാണോ? ഒരിക്കലും ഇല്ല. ഞാനങ്ങനെ ചെയ്യൂ? നീ അങ്ങനെ ചെയ്യൂ. നീയേ ചെയ്യൂ. ഒന്ന് നീ ഓർത്തോ, എല്ലാ കാലവും എല്ലാരെയും പറ്റിക്കാൻ പറ്റില്ല. ഇന്നല്ലെങ്കിൽ നാളെ പിടി വീഴും. അതിന് ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ. നീ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നിനക്ക് തന്നെ അറിയാം. പിന്നെ ആരെയാടി നീ ഓരോന്ന് പറഞ്ഞ് കബളിപ്പിക്കാൻ നോക്കുന്നത്? ആ വിഷ്ണുവിനെ എന്റെ മുന്നിൽ വെച്ച് നിനക്ക് ഒന്നുകൂടെ ഒന്ന് വിളിക്കാൻ പറ്റൂ? എന്നിട്ടേ ആ ഫോൺ എന്റെ കയ്യിത്താ. ഞാൻ സംസാരിക്കാം അവനോട്. അപ്പൊ അറിയാലോ നീ പറഞ്ഞതാണോ ശരിയെന്ന്. അതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ നീ നുണയാ പറഞ്ഞത്. നുണയായിട്ടൊന്നുമല്ല. എന്നെ വിശ്വാസം ഇല്ലെന്നല്ലേ അതിനർത്ഥം? എനിക്ക് ആരുടെ മുൻപിലെ സത്യം തെളിയിക്കണമെന്നൊന്നുമില്ല. സൗകര്യം ഉണ്ടെങ്കിൽ എന്നെ വിശ്വസിച്ചാൽ മതി, അല്ലെങ്കിൽ വേണ്ട. രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെക്കാൻ മിടുക്കിയാണല്ലോ നീ. എല്ലാ തവണയും അത് സാധിക്കണമെന്നില്ല. അത് മനസ്സിലാക്കിയ നിനക്ക് കൊള്ളാം. കേട്ടോടി മാലക്കള്ളി. നിരഞ്ജൻ നിന്നേ. പൊന്നുമണിയെ ഇപ്പോൾ കാണാറോ സംസാരിക്കാറോ ഒക്കെ ഉണ്ടോ? മനസ്സിലായില്ല. ആ കുട്ടി ചില മോശം കൂട്ടുകെട്ടുകളിലൊക്കെ ചെന്ന് പെട്ടിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അത് നിരഞ്ജൻ അറിയാമെന്നറിയാൻ വേണ്ടി ചോദിച്ചാ. സാർ ആരെയും ഉദ്ദേശിച്ചത്? ശരവണൻ മഹാ തല്ലിപ്പൊളിയല്ല. അവനായിട്ട് ഊരു ചുറ്റല ഇപ്പൊ പൊന്നുമണീന്റെ പ്രധാന പണി. ശരവണനെ പോലെ ഒരാളുമായിട്ടുള്ള സംസർഗം ആ കുട്ടിയെ എവിടെ കൊണ്ടെത്തിക്കുമെന്നറിയാമല്ലോ. നാളെ നിരഞ്ജൻ അതൊരു ബാധ്യതയാവരുത്. പൂർണ്ണമായിട്ട് കട്ട് ചെയ്തേക്കണം. വിളിച്ച ഫോണ് പോലും എടുക്കരുത്. അത് ഞാൻ തീരുമാനിച്ചോളാം. അങ്ങനെ അങ്ങ് ഒഴിവാക്കി കളയാവുന്നൊരു ബന്ധമല്ലല്ലോ ഞാനും പൊന്നുമണിയും തമ്മിലുള്ളത്. അവൾക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പറ്റാൻ പോകുന്നത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അവളെ രക്ഷിക്കേണ്ട ബാധ്യത എനിക്കില്ലേ? ഞാനത് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരത് ചെയ്യും? അതുകൊണ്ട് സാറിന് ദോഷം വന്നാല? ദോഷം വന്നാലും എന്റെ കടമ ഞാൻ ചെയ്യണ്ടേ? പുകഞ്ഞ കൊള്ളി പുറത്ത് ആ നിലപാട് വേണം എടുക്കാൻ. ബുദ്ധിമുട്ടാണ്. സ്വാമി പറയുന്നത് അനുസരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ശരവണനുമായി ചുറ്റിക്കറങ്ങി നടക്കുന്നതിനോട് ഒരു കാരണവശാലും ഞാൻ യോജിക്കുന്നില്ല. എന്നുവെച്ച് ആ ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ അവളെ തള്ളിക്കളയാൻ ഞാൻ ഒരുക്കമല്ല. എന്നാ പിന്നെ നിരഞ്ജന് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ഞാൻ പറഞ്ഞതിൻ്റെ ഗൗരവം നിരഞ്ജന് മനസ്സിലാവുമെന്ന് കരുതിയ ഞാനിതൊക്കെ പറഞ്ഞത്.